ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ പളനിയിലോട്ട് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ മോളുടെ രണ്ടാമത്തെ മുടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പളനിയിൽ പോകുന്നത്. ട്രെയിനിലാണ് കേട്ടോ പോയത്. നമുക്ക് 8:30-ക്കുള്ള അമൃത എക്സ്പ്രസ്സിലാണ് പോവേണ്ടത്. അപ്പം നമ്മളൊരു 7:30 മണിയൊക്കെ ആയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഒരു 5-6 മാസമായിട്ട് ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റിൻ്റെ അന്ന് ടിക്കറ്റ് കിട്ടാൻ പാടായിരുന്നു. ഈ ടിക്കറ്റ് കിട്ടുന്ന ദിവസം നമുക്ക് പോകാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വെച്ച് ഇനി അടുത്ത പ്രാവശ്യം പോവാം, എന്തായാലും ഇനി നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മൾ പിന്നെ ഒരു മാസത്തിന് നേരത്തെ നിന്നും ബുക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ പളനി പോകാൻ ട്രെയിനിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ടിരുന്നത് നല്ലതായിരിക്കും. എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസം ഡേറ്റിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഈ അമൃത എക്സ്പ്രസ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മധുരയിലാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തി കേട്ടോ. ട്രെയിന് ഒരു 15 മിനിറ്റ് നേരത്തെയാണ് നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയത്. കറക്റ്റ് 8:30 മണിയായപ്പം തന്നെ ആ ട്രെയിൻ എടുത്തു കേട്ടോ. നമ്മൾ നമ്മുടെ സീറ്റ് തപ്പി പോവുകയാണ്. സ്ലീപ്പറാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. കാരണം രാത്രിയൊക്കെ പോകാനാണെങ്കിൽ സ്ലീപ്പറാണ് കൂടുതലും നല്ലത്. അപ്പം നമ്മളെല്ലാവരും സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഓരോരുത്തരായിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തർ ഓരോ സീറ്റിൽ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെയൊക്കെ നമുക്ക് ട്രെയിനിലാകുമ്പോൾ അങ്ങനെ എപ്പോഴും നമ്മളെ വീട് പോലെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ മോള് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവൾ വീട്ടിൽ ഉറങ്ങുന്നത് പോലെ തന്നെ ട്രെയിനിലും അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങി. അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്തത് നമ്മൾ പാലക്കാട് എത്തിയപ്പോഴാണ് കേട്ടോ. പാലക്കാട് ഒരു അരമണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വെളിയിലൊക്കെ ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും മോളും എഴുന്നേറ്റു. അങ്ങനെ നമ്മളൊരു 6:30-7 മണിയൊക്കെ ആയപ്പോഴേക്കും പളനി എത്തി കേട്ടോ. എത്തിയിട്ട് നേരെ നമ്മളിനി ആ റൂം നോക്കിയിട്ട് ഫ്രഷായിട്ട് എല്ലാവരും അമ്പലത്തിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുതിര വണ്ടികൾ ഇഷ്ടം പോലെ ഇടപെണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുതിര വണ്ടിയിൽ പോവാം, ഫസ്റ്റ് ടൈം ആയിട്ടാണ് കുതിര വണ്ടി കയറുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കുതിര വണ്ടിയിൽ ചാർജ് കേട്ടപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കുതിരവണ്ടിയിൽ കയറണതിന് 200 രൂപയാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ 11 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വേണ്ട, ഓട്ടോയിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 ഓട്ടോ പിടിച്ചു കേട്ടോ. കുറച്ച് അടുത്തായിരുന്നു റൂം നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അവർ നമ്മളിൽ നിന്ന് 150 രൂപയാണ് ഒരു ഓട്ടോയ്ക്ക് ചാർജ് ചെയ്തത്. അങ്ങനെ 2 ഓട്ടോയ്ക്ക് 300 രൂപ ചോദിച്ചാണ് കേട്ടോ അവർ വാങ്ങിച്ചത്. ഇവിടെ വന്ന് ഇറങ്ങിയത് തൊട്ട് നമ്മൾ പോകുന്നത് വരെ നമ്മളെ കയ്യിലെ പൈസ മൊത്തവും പൊയ്ക്കൊണ്ടേയിരിക്കും കേട്ടോ. ഭയങ്കര റേറ്റാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ 2 റൂമാണ് കേട്ടോ എടുത്തത്. അപ്പം എല്ലാവരും ഫ്രഷൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇപ്പം ആ സമയം കൊണ്ട് നമ്മൾ മോളുടെ മുടി മൊട്ടയടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ എവിടെയാണോ ഒന്നും നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയാണ് ഈ അപ്പൂപ്പനെ കണ്ടത്. ഈ അപ്പൂപ്പൻ പറഞ്ഞു ഫ്രീ ആയിട്ട് മുടി മൊട്ടയടിക്കുക ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി. നമ്മളും വിശ്വസിച്ചു. പക്ഷെ മുടി എടുക്കുന്നതൊക്കെ ഫ്രീ ആയിരുന്നു. അതിന് ശേഷമുള്ളതായിരുന്നു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളടുത്ത് അനുവാദം പോലും ചോദിക്കാതെ അവർ തട്ടത്തിനും മുരുകന് അഭിഷേകം ചെയ്യാനായിട്ട് പാലഭിഷേകം ചെയ്യാനൊക്കെ റെസീപ്റ്റൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പം നമ്മൾ ചോദിക്കാതെയാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരുടെ അടുത്ത്. ലാസ്റ്റ് പോട്ടെ, കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ വാങ്ങിച്ചു. മോളെ മുടിയൊക്കെ എടുത്തിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് ഇതുപോലെ തട്ടം വാങ്ങിച്ചുകൊണ്ട് പോയപ്പോഴാണ് വേറൊരു ടെസ്റ്റ് നടന്നത്. അവർ പറഞ്ഞു ഇത് മുകളിലല്ല കൊണ്ടുപോവേണ്ടത്, ഇന്ന് അടുത്തുള്ള ഒരു മുരുകൻ കോവിലിൽ കൊണ്ടുപോയി അവിടുത്തെ മുരുകനെ അഭിഷേകം ചെയ്തിട്ട് ആ തട്ടം അവിടെ പൂജിച്ചിട്ട് വേണം നിങ്ങൾ മുകളിൽ പോയി മുരുകനെ കാണാനെന്ന് പറഞ്ഞു. അപ്പം ഇത് സത്യമാണോ ഒന്നും നമുക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ശരി അവിടെയും കൂടെ തൊഴുതിട്ട് പോയി. എവിടെയായിരുന്നാലും മുരുകൻ എല്ലാം ഒന്ന് തന്നെയല്ലോ എന്ന് വിചാരിച്ച് അവിടെ എല്ലാം ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മുകളിൽ കയറിയത് കേട്ടോ. ഇവിടെ വന്ന് എനിക്ക് നിങ്ങളടുത്ത് ഒന്നേ പറയാവുള്ളൂ, അറിഞ്ഞുകൂടാതെ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ പളനിയിൽ വരുന്നത് എങ്കിൽ ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മളെ കൊണ്ട് ചേർക്കാനായിട്ട് ആൾക്കാരോടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ അവിടെ ചെയ്യുക കേട്ടോ.
അങ്ങനെ അവർ പറഞ്ഞതുപോലെ മുരുകൻ കോവിലിൽ പോയിട്ട് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോയത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കയറിയത്. കാരണം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കയറിയിട്ട് ഇനി ഇറങ്ങുമ്പോൾ നല്ല ലേറ്റാവും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ശരവണ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ ഫുഡ് ഓക്കെയാണ്, പക്ഷെ നല്ല മുടിഞ്ഞ റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഫുഡൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുകളിൽ പോകുമ്പോൾ നമുക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് മുകളിൽ കയറിയത്. നമ്മൾ ഇറങ്ങാൻ നേരത്താണ് കേട്ടോ കുറച്ച് ഇറങ്ങിയതിന് ശേഷമാണ് ഫോണെല്ലാം ഓണാക്കിയത്. മുകളിൽ എന്തായാലും ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവരത് പ്രശ്നമാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോൺ എന്തായാലും നമ്മളെ മുകളിൽ വെച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ എന്താ, നമ്മൾ കയറിയത് ട്രെയിനിലായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറുന്നതിന് 50 രൂപ, തിരിച്ച് ഇറങ്ങുന്നതിന് 50 രൂപയാണ്. പക്ഷെ നമ്മൾ തിരിച്ച് നടന്നു വന്നു. കയറിയത് ട്രെയിനിലാണ്. കാരണം നല്ല ലേറ്റാവും, നമ്മൾ കയറുമ്പോൾ ലേറ്റാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് ട്രെയിനിലും തിരിച്ച് നടന്നാണ് കേട്ടോ ഇറങ്ങി വന്നത്. പക്ഷേ എനിക്ക് ട്രെയിനിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് കാരണം നടന്നു വന്നാൽ മതിയെന്നായിരുന്നു. കാരണം അതിൽ കയറിയിട്ടുള്ളവർക്ക് അതിൻ്റെ അനുഭവം അറിയായിരിക്കും. ഒരു പേടിയാണ് അതിൽ കയറുന്നത്. അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പോയിട്ടുള്ളവർക്ക് ആ അനുഭവം അറിയായിരിക്കും. പക്ഷേ പെട്ടെന്ന് എത്തും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം താഴോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അതും നമ്മൾ സൂക്ഷിക്കണം. കാരണം അവിടെയും നമ്മളെ പറ്റിക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് നമ്മൾ റൂമിൽ എത്തുന്നത് വരെയും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയേ വരും. അത് വാങ്ങി, ഇത് വാങ്ങി, വില കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വേണം വാങ്ങിക്കാനായി. അതിനുശേഷം റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. നമുക്ക് 6:05 അടുത്ത ട്രെയിന്. നമ്മളൊരു 5:30 മണിയൊക്കെ ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ 5 മണിയൊക്കെ ആയി. 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.